എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, ചെറുപുഴ. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാരണം ഒറ്റപ്പെട്ടുപോയ ജോസ്ഗിരിയിലേക്ക് വ്യാഴാഴ്ച മുതൽ ബസ് സർവീസ് പുനരാരംഭിക്കുമെന്നും ഇതു സംബന്ധിച്ച് പയ്യന്നൂർ KSRTC ഡിപ്പോയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുവെന്നും 2,15,865 രൂപയുടെ പണികൾ ജോസ്ഗിരി 9-ാം വാർഡിൽ റോഡിനു വേണ്ടി മാത്രം ചെയ്തുവെന്നും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD പ്രവീൺ എന്നിവർ അറിയിച്ചു. ജോസ്ഗിരിയിലേക്കുള്ള ഗതാഗത തടസ്സം നീങ്ങി 2,15,865 രൂപയുടെ പണി ആ ജോസ്ഗിരി 9-ാം വാർഡിൽ മാത്രമായിട്ട് റോഡിന് നമുക്ക് എടുക്കേണ്ടി വന്നു. ഇന്നോടെ പണി പൂർത്തിയായതിനാൽ പയ്യന്നൂർ ഡിപ്പോയിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ബസ് സർവീസ് പുനരാരംഭിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിച്ചുകൊണ്ട് PWDയും അതുപോലെ പഞ്ചായത്ത് വകുപ്പുകളെല്ലാം ദ്രുതഗതിയിൽ അതിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഇന്നുകൊണ്ട് ഏകദേശം വർക്കുകൾ മുഴുവൻ പൂർത്തിയായിരിക്കുകയാണ്. ഏറ്റവും തടസ്സമായിട്ടുണ്ടായിരുന്ന 9-ാം വാർഡിൽ ഏകദേശം 21 റോഡുകളുള്ള 21 റോഡുകളും അതിൻ്റെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തകർന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമാക്കാൻ അതിന് കഴിയുമെന്നുള്ളത്, താൽക്കാലികമായിട്ടെങ്കിലും ഗതാഗത യോഗ്യമൊക്കെ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ നാളെ മുതൽ രാജഗിരി ജോസ്ഗിരി KSRTC ബസ് പുനരാരംഭിക്കുമെന്നുള്ള സന്തോഷം കൂടെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള രാജേഷിൻ്റെ കുടുംബ സഹായ നിധി 10 ദിവസം 20-ാം തീയതി കൊണ്ട് അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത്. അന്നൊരു സന്നദ്ധ സംഘടനകളുടെ എല്ലാം മീറ്റിങ്ങിൽ ഒരു 5 ലക്ഷം രൂപയെങ്കിലും നമ്മൾ ചെറുപുഴ പഞ്ചായത്തിൻ്റെ രീതിയിൽ അവിടെ എത്തിച്ചു കൊടുക്കണമെന്നൊരു തീരുമാനം നമ്മൾ എടുത്തിരുന്നു. അത് കൃത്യം പറഞ്ഞ ഡേറ്റിൽ തന്നെ 20-ാം തീയതിയോടുകൂടി 20-ാം തീയതി വൈകുന്നേരം ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് 5 ലക്ഷത്തിലധികം തുക നമുക്ക് അവരുടെ കുടുംബത്തെ സഹായിക്കാൻ കഴിയും. ഞങ്ങൾ നേരിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിൽ അവിടെ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ വിശദമായ വിവരങ്ങൾ പത്രസമ്മേളനം വിളിച്ച് അതിൻ്റെ മുഴുവൻ കണക്കും പൊതുജന സമക്ഷത്തിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഈ പ്രളയവും ദുരന്തവും ഉണ്ടായപ്പോൾ ഈ നാടിനെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് സന്നദ്ധ സംഘടനകൾ മുമ്പോട്ട് വന്നു. നമ്മൾ പഞ്ചായത്ത് ആവശ്യപ്പെടുന്ന ഏത് സഹായവും നൽകാമെന്ന് സന്നദ്ധ സംഘടന മീറ്റിംഗ് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു. അതിനനുസരിച്ച് നമ്മൾ ചോദിച്ച മുഴുവൻ സാധന സാമഗ്രികളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഏതെങ്കിലും വാർഡുകളിൽ എന്തെങ്കിലും സാധനങ്ങളുടെ അപര്യാപ്തി ഉണ്ടെങ്കിൽ ഇനിയും ആവശ്യത്തിലധികം തരാമെന്ന് സന്നദ്ധ സംഘടന അറിയിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ചെറുപുഴ പഞ്ചായത്തിനെ ചേർത്ത് പിടിക്കാൻ കാണിച്ച വലിയ മനസ്സിന് സന്നദ്ധ സംഘടനകളെല്ലാം നന്ദി പറയുക ഈ അവസരം ഉപയോഗിക്കുകയാണ്. കണ്ണുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണമേന്മയുള്ള കണ്ണടകളുടെ വ്യാപാര രംഗത്ത് സേവന മികവിന്റെ 17-ാം വർഷത്തിലേക്ക് എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ക്ലിനിക്, ചെറുപുഴ. സഹോദര സ്ഥാപനം അച്ചൂസ് ഐ ക്ലിനിക്, ചെമ്പേരി, ആലക്കോട്, ശ്രീകണ്ഠാപുരം, ത്രീസ്യാമ ഐ ഡിപ്പാർട്ട്മെന്റ്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. എല്ലാ ദിവസങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, സൗജന്യ കണ്ണുപരിശോധന, ഗുണനിലവാരമേറിയ ഗ്ലാസുകളും ഫ്രെയിമുകളും. എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, ചെറുപുഴ. ഫോൺ 9961 660 599.